കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ നമ്മൾ ടോക്കണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അവിടുന്ന് എന്തായാലും പുറപ്പെടും, 1 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് എനിക്ക് അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അവർ ടോക്കൺ എടുക്കാതെ വരികയും, ഞാൻ മനസ്സിലാക്കുന്നു 1-2 മിനിറ്റ് മാത്രമേ ഇവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ, ഇങ്ങോട്ടായിട്ട് മാത്രം വന്നതാണ്. അവർ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. 12,000 ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് ചൊല്ലിയിട്ട് അവർക്കുണ്ടായൊരു അത്ഭുതം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ലക്ഷങ്ങളുണ്ട്, കുറച്ച് ലക്ഷങ്ങൾ, ഒരു 12 ലക്ഷം രൂപ അവർക്ക് വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം വരികയും, ഒരു നിലക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇന്നത്തെ ഈ ദിവസം ഞാൻ 12,000 ബിസ്മി ഇന്ന് ചൊല്ലി തീർക്കുന്ന തീരുമാനിച്ച് ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മളൊരു വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിച്ചിട്ട് ചൊല്ലാൻ വേണ്ടി പറയുന്ന രൂപത്തിൽ അങ്ങനെ തന്നെ അയാൾ അങ്ങ് ചൊല്ലി. ബിഇദ്നില്ലാഹി തആല പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് 2 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ അവർക്ക് കോൾ വരികയും അവരുടെ എമൗണ്ട് അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്ന് പോലും പറയാതെ ആ ഉദ്ദേശിച്ച ക്യാഷ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അവർ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ ആൾക്ക് സംസാരിക്കാനോ കാണാനൊന്നും അവസരമില്ല, കാരണം അത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിലൊരുപാട് ആളുകൾ 12,000 ബിസ്മിയുടെ അമൽ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു അമലാണ് യഥാർത്ഥത്തിൽ. അത് നമുക്ക് തന്നെ നല്ല അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ല റിസൾട്ടുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു ആമലാണ് 12,000 ബിസ്മിയുടെ ആമൽ. എത്രയോ ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ, നമ്മളിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ആ നിരാശയോടുകൂടെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ 12,000 ബിസ്മിയുടെ അമൽ ചെയ്യുകയും അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വഴി അവർക്ക് തുറന്നു കിട്ടുകയും ചെയ്തു. എന്നാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു അനുഭവം. ഒരു ബാങ്കിലൊരു ലോണ് വല്ലാണ്ട് കൊടുത്തു വിട്ടേണ്ട അവസ്ഥയുണ്ട്. വല്ലാത്ത പ്രതിസന്ധിയിലാണ് അവരിങ്ങനെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് അത് മുഴുവൻ ഞാൻ പൂർത്തീകരിച്ച് വീട്ടാമെന്ന് പറഞ്ഞ അന്ന് തന്നെ പൂർത്തീകരിച്ച് വീട്ടുകയും ചെയ്തു. ആ സന്തോഷം അവരിവിടെ അറിയിക്കുകയും നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഒരു സ്വതക്ക അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കി എത്രയോ ആളുകൾക്ക് ജോലി ശരിയായത്. നമ്മളാ ഇട്ട വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു, 10,000 അമലുകൾ ചെയ്തു, 1000-കതിൻ്റെ റിസൾട്ടുകൾ ലഭിച്ചു. ഓരോ ദിവസവും എനിക്ക് 100 കണക്കിന് മെസ്സേജുകളാണ് 12,000 ബിസ്മിയുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അതെപ്പോൾ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, ചൊല്ലുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത്. ആർക്കൊക്കെ ചൊല്ലാൻ പറ്റും, എങ്ങനെയൊക്കെ ചൊല്ലാം, വീണ്ടും ചൊല്ലണോ, ഒരാവശ്യത്തിന് വേണ്ടിയാണ്, എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറഞ്ഞതല്ല. ഇതെൻ്റെ മുമ്പിലൊരു കിതാബുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ ഈ കിതാബ്? നിങ്ങൾക്കിതിൻ്റെ സ്ക്രീന് കാണുന്നുണ്ട്. ഈ ഒരു കിതാബിൽ നമ്മൾ പൊതുവിൽ നമ്മളൊന്നും സ്വന്തമായിട്ടൊന്നും പറയലില്ല. എല്ലാ മഹാന്മാരും പറഞ്ഞത് അതങ്ങനെ നമ്മൾ പറയുന്നു, നമ്മൾ ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു, അതന്നെ. നമ്മൾ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ ലി ഖളാഇൽ ഹാജ, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്ന് ഹെഡിങ് കൊടുത്ത് ഒരുപാട് അമലുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു അമലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. മൻ ഖറഅ ബിസ്മില്ലാഹി റഹ്മാനി റഹീം 12 അൽഫ മറ, ഓരോ 1000-ന് ശേഷം യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്അലുല്ലാഹ ഹാജതഹു എന്ന് പറഞ്ഞ് കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഡൗട്ട്സുകളുണ്ട് പലർക്കും. 12,000 ബിസ്മിയുടെ അമൽ എന്നാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണോ, അതല്ല
നമുക്ക് കുറേ സമയങ്ങൾ എടുത്തു ചൊല്ലിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. എല്ലാവർക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയുന്നുണ്ട്. ഇത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലിയവർ എൻ്റെ അറിവിൽ ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദ് ഞാൻ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ചൊല്ലിയിട്ടുണ്ട്. 12,000 തവണ ചൊല്ലി തീർക്കണം എന്ന് ആലോചിച്ച് നോക്കണം. അതെല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അതിന് സമയവും കാര്യമൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തവരുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യുക? അത് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് അന്യ സംസാരങ്ങൾ സംസാരിക്കാത്ത നല്ല കാം ആൻഡ് കൂളായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ചൊല്ലുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ നീയത്ത് മനസ്സിലുണ്ടായിരിക്കുക. എന്താവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലുക? ഒരുപാട് നീയത്തുകൾ വെക്കാം, ഒരു നീയത്ത് മാത്രം വെക്കാം, എന്തും ചെയ്യുക. ചെയ്യേണ്ട രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യം കാമിലായ വുളു എടുക്കുക. കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം ആയാലും മതി, നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ യാമൽ നല്ല നെയ്യത്തോടു കൂടെ ചൊല്ലി തുടങ്ങുക, ചെയ്തു തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 12,000 തവണ ചൊല്ലലാണ് ഇതിൻ്റെ അമൽ, വേറെ ഒന്നുമില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഓരോ 1000 കഴിയുന്ന സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. അത് നമുക്ക് ഏത് സ്വലാത്തും ചൊല്ലാം. എളുപ്പമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ സ്വലാത്ത് ചൊല്ലാം. ഇനി സ്വലാത്തുകളിൽ വെച്ച് ശ്രേഷ്ഠമായതെന്ന് പറയപ്പെടുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്വലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം അല്ലാഹുവിനോട് പറയുക. പിന്നെ 2000 തുടങ്ങുക. എന്നിട്ട് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാതെ കഴിഞ്ഞാൽ ആവശ്യം അല്ലാഹുവിനോട് പറയുക. പിന്നെ 3000 തുടങ്ങുക, സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുക, ആവശ്യം പറയുക. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട രൂപം. അങ്ങനെ ഈ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇത് ചെയ്ത അവസാന സമയത്തും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കിതാബിൽ കണ്ടത്, ഇതിൽ ഓരോ 1000ത്തിന് ശേഷം നബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമുള്ളൊരു രൂപമാണ്, നമ്മൾ സ്വന്തം പറഞ്ഞതല്ലല്ലോ. എന്നാൽ വേറെ ചില ഭാഗങ്ങളിൽ 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ച് ആവശ്യം പറഞ്ഞ് പിന്നെ 1000 തുടങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട്. നമ്മൾ പൊതുവെ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. ഈ രൂപത്തിൽ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും, നല്ല അനുഭവം ഉണ്ടാകും. നമ്മളിവിടെ ചൊവ്വാഴ്ചകളിൽ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് എപ്പോഴും എല്ലാവരും പറയുന്നൊരു വിഷയമാണ്, ഉസ്താദേ 12,000 ബിസ്മിയുടെ അമൽ ചെയ്തിട്ട് എനിക്കത് കിട്ടിയെന്നല്ലേ. ചില വോയിസുകൾ ചെറിയ വോയിസുകൾ, 1 മിനിറ്റുള്ള വോയിസൊക്കെ നമുക്ക് കേൾക്കാനുള്ള സമയമൊക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന സമയത്ത് പലരും അത്ഭുതത്തോടു കൂടെ പറയുന്നത് കാണാം. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉസ്താദ് അത് കിട്ടി എന്നുള്ളത്. ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഒരു ഇസ്മാണ് ചൊല്ലാൻ കൊടുക്കുക. ആ ഒരൊറ്റ ഇസ്മ് ദീർഘദൂരം സഞ്ചരിച്ച് വന്നായിരിക്കും. അപ്പോൾ ആ ഒരൊറ്റ ഇസ്മ ചൊല്ലലോടുകൂടെ അവർക്കതിൽ ഒരു മിറാക്കിൾ സംഭവിച്ചത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിൽ അകപ്പെട്ടവർക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്നാലിന്ന രൂപത്തിൽ ഇത്രയും തവണ നിങ്ങളെല്ലാ നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിന് നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഇനി ഇത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതൊരു ദിക്റാണ്, ദിക്റും കൂടെയാണ്. അതുകൊണ്ട് ദിക്റാണെന്നുള്ള കരുത്തോടുകൂടെ അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാവുന്നതാണ്. ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം തവണ ചെയ്യാവുന്നതാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റാമൽ ചെയ്യാവുന്നതാണ്. ഒരാവശ്യത്തിനൊന്ന് ചെയ്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടി വേറൊന്ന് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലണമെന്നില്ല. നമുക്ക് 7 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം, 6 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം, 5 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം, ഒറ്റ ദിവസം കൊണ്ടും പൂർത്തീകരിക്കാം. ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന നല്ലൊരു രൂപം നമ്മൾ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 5 വഖത്ത് ഫർദ് നിസ്കാരമുള്ള സമയത്താവാൻ വേണ്ടി, ശുദ്ധിയുള്ള സമയത്താവാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം അപ്പോൾ 2400 തവണ ചൊല്ലുക ഒരു നിസ്കാരത്തിന് ശേഷം. ഇപ്പോൾ സുബഹിക്കാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. എന്നാൽ സുബഹി നിസ്കാരത്തിന് ശേഷം 2400 തവണ 12,000 ബിസ്മിയുടെ അമൽ 2400 ബിസ്മി ചൊല്ലുക. അതിൽ
ഒരാവശ്യത്തുമില്ല, ഒരു സ്ഥലത്തുമില്ല. ആ സ്ഥലത്തുമ്പോൾ അവിടെ നിർത്തുക, പിന്നെ 400ൻ്റെ ബാക്കി ചൊല്ലുക. അങ്ങനെ ചൊല്ലി ചൊല്ലി ഓരോ 1000 എത്തുമ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക. ബിഇദ്നില്ലാഹി തആല അത് പൂർത്തീകരിച്ച് കിട്ടും. അത് അനുഭവമാണ്. എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കും അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതെന്ത് വിഷയങ്ങൾക്കും ചെയ്യാം. എത്രയോ ചെറുപ്പക്കാർ ഈ അമൽ ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറഞ്ഞത് എത്രയോ ഉണ്ട്. ഞാൻ പണ്ടൊക്കെ അതിങ്ങനെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഇടാറില്ല, കാരണം അത്രയും റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാറിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദുകൾ നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് തരട്ടെ. നിങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. പരമാവധി നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി നല്ല രൂപത്തിൽ നമ്മൾ ജീവിക്കുകയും വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയും വേണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്നത് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.